കുടുംബ ബജറ്റിന് വലിയ ആശങ്കയുയർത്തിക്കൊണ്ട് ഇന്നലെ ആണ് പാചകവാതക സിലിണ്ടർ വില വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാചകവാതക സിലിണ്ടർ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. സിലിണ്ടറിന് 50 രൂപയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിന് 500 രൂപയിൽ നിന്ന് 550 രൂപയായി വില ഉയർന്നു. മറ്റു ഉപഭോക്താക്കൾക്ക് 803 രൂപയിൽ നിന്ന് 853 രൂപയും വിലയിൽ വർധനയുണ്ടാവും. മാസത്തിൽ 2 തവണ വില നിലവാരം പുനരവലോകനം നടത്തുമെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവ ലിറ്ററിന് 2 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില്ലറ വിൽപ്പനയിൽ അത് ബാധിക്കില്ല എന്നതാണ് കണക്കുകൂട്ടൽ. അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഏതായാലും ആൻ മരിയ സണ്ണി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആൻ മരിയ, അങ്ങനെ കുടുംബങ്ങളിൽ ബജറ്റിന് കാര്യമായി നേരിട്ട് തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനമാണ് വന്നത്. ഇതിനോടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? കൊച്ചിയിലും കേരളത്തിലുമൊക്കെ ഏത് നിലയിലായിരിക്കും നമ്മുടെ ഗാർഹിക സിലിണ്ടർ, വീട്ടിലേക്ക് വരുന്ന LPG സിലിണ്ടറിൻ്റെ വിലയിൽ വ്യത്യാസം വരിക? ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബ ബജറ്റിന് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരുടെ കണ്ണിൽ ഇരുട്ടടിയാകുന്ന രീതിയിലാണ് ഈ പാചകവാതക സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അത് 803 രൂപയിൽ നിന്നാണ് 14.2 kg സിലിണ്ടറിന്റെ വില അത് 853 രൂപ എന്ന നിരക്കിലേക്ക് വർദ്ധിച്ചിരിക്കുന്നത്. അത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തുകയിൽ ഇനി മുതൽ വേണം പാചകവാതക സിലിണ്ടർ വീട്ടിലേക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അത് മാത്രമല്ല, അത് കേരളത്തിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു നിരക്ക്, ആ കൃത്യമായിട്ടുള്ള നിരക്ക് എന്താണ് എന്നുള്ള കാര്യം ഇതുവരെ ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ല. അത് ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. നമ്മൾ രാവിലെ തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറയുന്നത് അതിൻ്റെ ആ നിരക്കുകളുടെ എണ്ണം എത്രയായിരിക്കും. കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ 14 ജില്ലകളിലും ചിലപ്പോൾ നിരക്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഈ 14.2 kg എന്ന് പറയുമ്പോൾ ആ സിലിണ്ടറിന് 853 രൂപ എന്ന നിരക്കിലേക്ക് കൂടിയിട്ടുമുണ്ട്. അപ്പോൾ അതിലും ചെറിയൊരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, കുറവിലേക്കല്ല കൂടുതൽ എന്ന കണക്കിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവുമുണ്ട്. ഇതൊരു സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ താളം തെറ്റിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുമാത്രമല്ല, ഈ ഉജ്ജ്വൽ യോജന ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിന് 500 രൂപയിൽ നിന്നാണ് 53 രൂപ കൂടിയിട്ട് ഈ 553 എന്ന കണക്കിലേക്കും പോകുന്നത്. ഈ രീതിയിൽ പാചകവാതക സിലിണ്ടറിൻ്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, കൊച്ചി എന്ന് പറയുന്നത് ഒരു വാണിജ്യ കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ അത് ഈ കുടുംബ ബജറ്റിലേക്ക് മാത്രമല്ല, അത് പല രീതിയിൽ ഈ പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിക്കാനായിട്ടുള്ള സാഹചര്യവുമുണ്ട്. പല പാർട്ടികളും, AYF പോലെയുള്ള പാർട്ടികൾ ഇതിനോടകം തന്നെ ഇതിനൊരു പ്രതിഷേധവുമായിട്ടും രംഗത്തെത്തിയിട്ടുമുണ്ട്. എന്തായാലും കുടുംബ ബജറ്റിനെ ഏറെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും നമുക്ക് പറയാൻ സാധിക്കില്ല എന്നല്ല, ഉറപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഇത് ബാധിക്കുക തന്നെ ചെയ്യും. ഗൂഗിൾ തീർച്ചയായിട്ടും ആൻമരിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇന്നു മുതൽ ഏതായാലും പാചകവാതക സിലിണ്ടർ വിലയിൽ, ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറിൽ 50 രൂപയുടെ വർധനയാണ് ഉണ്ടാകുന്നത്. ഏതായാലും അത് നേരിട്ട് നമ്മുടെ ബജറ്റിനെ താളം തെറ്റിക്കും, അല്ലെങ്കിൽ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നത് ഉറപ്പാണ്.